മലബാർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത്. കണ്ണൂർ ഭാഗത്തെല്ലാം നല്ല ഫേമസ് ആണ് കേട്ടോ ഇത്. പ്രത്യേകിച്ചും പാർട്ടിയെല്ലാം വരുന്ന സമയത്താണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. അപ്പൊ ഇതിന്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണേ. അപ്പൊ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇത് മൈദ വെച്ചിട്ട് തന്നെയാണ് കൂടുതലായിട്ട് ഉണ്ടാക്കാറുള്ളത്. ഇനിയിപ്പോ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്യാം. അപ്പൊ നമ്മൾ മൈദ ഇട്ടതിന് ശേഷം അതിലേക്ക് നമുക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവ വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതാ ഒരു 1/2 കപ്പ് തൈരും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ചെറിയ ചെറിയ കഷ്ണാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. അതിന് ശേഷം കുറച്ചായിട്ട് വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ ആക്കിയിട്ട് എടുക്കാം. അധികം ടൈറ്റ് ആക്കരുത് കേട്ടോ. ഇതുപോലെ നല്ല സോഫ്റ്റ് ആക്കിയിട്ടുള്ള ഡോ ആക്കിയിട്ട് എടുക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമ്മളിതാ ഇതുപോലെ ചെറിയ ചെറിയ ബോളാക്കിയിട്ട് എടുക്കുക. ഏകദേശം ചപ്പാത്തി മാവിൻ്റെ എല്ലാം ആ ഒരു സൈസിലാണ് മാവ് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. അധികം ചെറുതാക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ആക്കിയതിന് ശേഷം ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ പരത്തിയെടുക്കുന്നുണ്ട്. പിന്നെ പരത്തുമ്പോൾ അധികം തിന്നാക്കരുത്, കുറച്ച് കട്ടിക്ക് വേണം പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിയിൽ കേട്ടോ പരത്തിയെടുക്കേണ്ടത്. അപ്പോൾ എല്ലാ മാവും നമ്മൾ ഇതേപോലെ തന്നെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് ഓയിൽ ചൂടാക്കാം. ഇതിപ്പോൾ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് മാവിട്ട് കൊടുക്കാം. മാവിട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ തന്നെ ഇതുപോലെ പൊന്തി വന്നിട്ടുണ്ടാവും. ആ സമയത്ത് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി 2 സൈഡും ഇതേപോലെ നല്ലൊരു കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിതിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു കളറിലാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടത്. ഒരു മീഡിയം ഫ്ലെയിമിലെല്ലാം വെച്ച് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കിയിട്ട് എടുക്കാം. ഇത് ചില ആൾക്കാർ ഈസ്റ്റ് വെച്ചിട്ടും അല്ലെങ്കിൽ സോഡാപ്പൊടി ചേർത്തിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. ബേക്കിംഗ് പൗഡറിന് പകരം ബേക്കിംഗ് സോഡയോ അല്ലെങ്കിൽ ഈസ്റ്റോ മറ്റോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതാ എല്ലെണ്ണം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചിക്കൻ റോസ്റ്റിൻ്റെ എല്ലാം കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ഈ ഒരു സ്പെഷ്യൽ ഐറ്റം എന്താണെന്നുള്ളത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ.